UAE-ൽ 1-2 ദിവസത്തിനകം ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില സംബന്ധിച്ച പ്രഖ്യാപനം വരും. ജൂലൈയെ അപേക്ഷിച്ച് ഓഗസ്റ്റ് മാസം UAE-ൽ ഇന്ധനവിലയിൽ വർധനവുണ്ടാകുമോ, കാര്യമായിട്ടുള്ള വർധനവുണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം പലരും ചോദിക്കുന്നുണ്ട്. നിലവിലെ സ്ഥിതി അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു വലിയ വർധനയ്ക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കുറവിനോ ഒന്നും സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ആഗോള എണ്ണവിലയ്ക്കനുസൃതമായിട്ടാണ് UAE-ലും ഇപ്പോൾ ഓരോ മാസവും ഇന്ധനവില നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ ജൂണില് ഇന്ധനവില 69.87 ആയിരുന്നെങ്കിൽ ജൂലൈ മാസം ബ്രന്റ് ക്രൂഡിന്റെ വില 68.8 എന്ന രീതിയിലാണ് ബാരലിന് വില രേഖപ്പെടുത്തിയിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസമൊന്നും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയുടെ കാര്യത്തിൽ വന്നിട്ടില്ല. നിലവിലെ ഇന്ധനവില സൂപ്പർ 98 പെട്രോളിന് 2 ദിർഹം 70 ഫിൽസ് ആണ്, സ്പെഷ്യൽ 95-ന് 2 ദിർഹം 58 ഫിൽസ് ആണ്, E+ന് 2 ദിർഹം 51 ഫിൽസ് ആണ്. വലിയ ഒരു വർധനവൊന്നും ഓഗസ്റ്റ് മാസത്തെ ഇന്ധനവിലയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യവും പ്രതിബദ്ധതയൊക്കെ കൊടുക്കുന്ന രാജ്യമാണ് UAE. ബഹുമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലകളിലേക്ക് നടന്നു വരാറുള്ളത്. UAE ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം പരിസ്ഥിതി കാലാവസ്ഥാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 1 കോടി കണ്ടൽ ചെടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വെച്ചുപിടിപ്പിക്കും എന്നുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷം വരെ ഏകദേശം 3 കോടിയിലേറെ കണ്ടൽ ചെടികൾ UAE-ൽ തീരദേശ മേഖലയൊക്കെ കേന്ദ്രീകരിച്ച് നടാൻ കഴിഞ്ഞു എന്നുള്ളതും അവർ വളരെ അഭിമാനപൂർവ്വം എടുത്തു പറയുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്ത പ്രതിരോധം എന്നുള്ള രീതിയിലാണ് കണ്ടൽ ചെടികളെ പലരും കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടൽ ചെടികൾ പരമാവധി വച്ചുപിടിപ്പിക്കുക, കാലാവസ്ഥ പ്രതിരോധത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുക എന്ന് UAE തീരുമാനിച്ചിരിക്കുന്നത്. 2030 ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും UAE അറിയിച്ചിരിക്കുന്നതും ഇന്ന് തികച്ച ലോക്കലിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ വേനൽക്കാലത്ത് ദുബായ് എമിറേറ്റ് സന്ദർശിക്കുന്ന കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ളവർക്ക് സുവനീർ പാസ്പോർട്ടുകൾ നൽകുകയാണ് ദുബായ്. ദുബായിലെ പ്രമുഖമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്ന സുവനീർ പാസ്പോർട്ട് കുട്ടികളെ പ്രധാനമായും ആകർഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ദുബായ് ഗവൺമെന്റിന്റെ മീഡിയ വിങ് ആയിട്ടുള്ള ബ്രാൻഡ് ദുബായ്, അതുപോലെ തന്നെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് സഹകരിച്ചാണ് ഇത്തരത്തിൽ സുവനീർ പാസ്പോർട്ടുകൾ നൽകുന്നത്. പാസ്പോർട്ടിലെ QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ദുബായ് ഡെസ്റ്റിനേഷൻ വെബ്സൈറ്റിലേക്ക് ആളുകൾക്ക് കടക്കാം. ദുബായിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചിട്ടുള്ള സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. സഞ്ചാരികൾക്ക് കൃത്യമായി വളരെ ആകർഷകമായ രീതിയിൽ ഓരോ കേന്ദ്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന സുവനീർ പാസ്പോർട്ടാണ് ഫാമിലിയായി ഇവിടെ എത്തുന്ന, ഈ സമ്മറിൽ ഇവിടെ എത്തുന്ന കുടുംബങ്ങൾക്ക് നൽകുക. അതിനുള്ള നടപടികൾ ഇപ്പോൾ ഓൾറെഡി നടപ്പാക്കിക്കൊണ്ടുവരികയാണ്. ചൂടിന്റെ കാര്യം പറയുമ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും UAE-ൽ ഇന്നും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 50 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില പല കേന്ദ്രങ്ങളിലും അനുഭവപ്പെടാം. മഴയുണ്ടാകും എങ്കിലും ചൂടിന് വലിയ കുറവൊന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലയിടങ്ങളിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അബുദാബിയിലെ മുഖാറിസ് മേഖലയിലായിരിക്കും 50 ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടാവുക. ജബൽ ജയ്സ് ഏരിയയിൽ 28 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും താപനില രേഖപ്പെടുത്തുകയെന്നും ഈ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.